മാധ്യമങ്ങൾ കൽപ്പിത കഥകൾ മെനയുമ്പോൾ കുറച്ചുകൂടി വിശ്വാസ്യത വേണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പറയുന്നത്. പക്ഷെ കൽപ്പിത കഥ എന്താണ് എന്നുകൂടി ജോസ് കെ മാണി പറയേണ്ടതായിരുന്നു. തിരുവമ്പാടി സീറ്റിനെ മോഹിപ്പിക്കാൻ മാത്രമുള്ള ആകർഷണമില്ലെന്നത് തുറന്നു പറയാമായിരുന്നു. ആട്ടിൻകുഞ്ഞിനെ പ്ലാവില കാണിച്ച് മോഹിപ്പിക്കുന്നത് പോലെയും പൂച്ചയെ മത്തി കാണിച്ച് ആകർഷിക്കുന്നത് പോലെയുമായി പോയി തിരുവമ്പാടി സീറ്റ്. 2006-ലും 2016-ലും 2021-ലും ഇടതുപക്ഷം ജയിച്ചു കയറി തിളങ്ങി നിൽക്കുന്ന സീറ്റിൽ അവിടെ നിർത്തി അങ്ങ് ജയിപ്പിക്കാമെന്നൊന്നും പറയാനുള്ള അഹങ്കാരം ഇന്ന് ലീഗിനുമില്ല. അതുകൊണ്ട് കൽപ്പിത കഥ എന്താണെന്ന് വ്യക്തമായി പറയേണ്ടതായിരുന്നു ജോസ് കെ മാണി. മലപ്പുറത്തോ പെരിന്തൽമണ്ണയിലോ ഒക്കെ നിർത്തി ജയിപ്പിക്കാമെന്ന് ലീഗ് പറഞ്ഞിരുന്നുവെങ്കിൽ പൊതുജനം കുറെ കൂടി വിശ്വസിച്ചാൽ. ഒരാളെ അപമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? നിനക്കൊന്നും നാട്ടിലൊരു രക്ഷയുമില്ലടെ, നാട് വിട്ടോടാ എന്ന് പറയാതെ പറയുകയല്ലേ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി ചില മാധ്യമ സംഘങ്ങൾ പറയുന്നത്. ജോസിനെ അപമാനിക്കാൻ ഓരോ കാലത്തും കോൺഗ്രസിന് ഓരോ കാരണങ്ങൾ ഉണ്ടാകും. ജോസിന്റെ രണ്ടാമത്തെ വാചകം ഏതായാലും നിലവാരം പുലർത്തുന്നുണ്ട്. UDF നട്ടല് മാണിയുടെ പിന്തുടർച്ചാവകാശികൾ എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞല്ലോ എന്ന്. ആ തിരിച്ചറിവാണ് കേരള കോൺഗ്രസിനെ ഇന്ന് പൊതുചർച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. പക്ഷെ വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം: UDF ഘടകകക്ഷികൾ ആരും തൃപ്തരല്ലെന്ന്. കോൺഗ്രസിലെ ചക്കളത്തി പോരാട്ടം അത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കേണ്ടി വരുമെന്ന് പല ചെറുകക്ഷികളും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3.5 കൊല്ലം നോമ്പ് നോക്കി കാത്തിരുന്നതിന് ഒരു പതിറ്റാണ്ടിന്റെ ദൂരമുണ്ടെന്നും അവർ കോൺഗ്രസ് നേതൃത്വത്തെ പറഞ്ഞു മനസ്സിലാക്കി. തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമേ കോൺഗ്രസിന് വേണ്ട എന്ന് ചിന്തിച്ചു നടക്കുന്ന ചെന്നിത്തലയും വെച്ചോണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് എല്ലാ ഘടക പാർട്ടികളും പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. അതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത്. UDF ഇടതു പാർട്ടികളെല്ലാം കൂടെ ഒരു കൂറുമുന്നണി ഉണ്ടാകുന്ന വാർത്ത. പിന്നെ കേരള കോൺഗ്രസിന്റെ അജണ്ട തീരുമാനിക്കുന്നത് കേരള കോൺഗ്രസ്സുകാരാണെന്ന ജോസിന്റെ അഭിപ്രായത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. 2020-ൽ അത് കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജോസും കൂട്ടരും ഇന്ന് ഇടതുമുന്നണിയിൽ ഇരിക്കുന്നത്. അന്ന് കോൺഗ്രസ് ചവിട്ടി പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും UDF പിന്നാമ്പുറത്ത് ഒരു കീറപ്പായും പിരിച്ച് മാണി ഗ്രൂപ്പ് കിടന്നുറങ്ങിയേനെ. മുങ്ങുന്ന കപ്പലിൽ നിന്ന് സമയത്ത് രക്ഷപ്പെടുത്തിയ ചെന്നിത്തലയോടും ബെന്നി ബെഹനാനോടും എന്നും കടപ്പാടുള്ളവനായിരിക്കണം ജോസ് കെ മാണി. ഇന്നത്തെ നിലയിൽ UDF ഭരണത്തിൽ തിരിച്ചു വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ തോന്നി. അത് കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. പക്ഷെ അതിൽ ബലിയാടുകളാകുന്നത് പാവപ്പെട്ട ചെറിയ കക്ഷികളാണ്. 2021-ൽ UDF തോൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ കൂടെ നിന്ന ഒരു ഘടകകക്ഷിയെ എനിക്കറിയാം. കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു UDF അധികാരത്തിൽ തിരിച്ചു വരില്ല എന്ന്. അന്ന് അദ്ദേഹത്തിന് ഇടതുമുന്നണിയിൽ മാന്യമായ സ്വീകരണം കിട്ടിയേനെ. പക്ഷെ മുങ്ങിപ്പോകുന്ന കപ്പലിൽ നിന്ന് താൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്ന ചീത്തപ്പേര് ചരിത്രത്തിന്റെ താളുകളിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞാണ് ആ നേതാവ് അന്ന് UDF വിടാതിരുന്നത്. ഇപ്പോൾ അയാളും പെട്ടുവന്ന അവസ്ഥയിലാണ്. അടിസ്ഥാനപരമായി ചെന്നിത്തല മനസ്സിലാക്കേണ്ട ഒരു വിവരം: KM മാണിയെ പച്ചയ്ക്ക് കത്തിക്കാൻ ശ്രമിച്ച ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മാണി ഗ്രൂപ്പിൽ നിന്ന് ജോസ് കെ മാണി പോന്നാലും മറ്റു പാർട്ടിക്കാരും പോരുകയില്ലെന്ന് തിരിച്ചറിയണം. ഏതായാലും ജോസ് കെ മാണി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, 10 വർഷമായി ഭരണമില്ലാതിരിക്കുന്നവരുടെ വികാരം മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷെ അതിൽ സഹതപിക്കുകയല്ലാണ്ട് സഹിക്കാൻ നിവൃത്തിയില്ലെന്ന് കൂടി പറയേണ്ടതായിരുന്നു. രണ്ടാമത്തേത്, ചില സ്ഥിരം മുഖ്യമന്ത്രി മോഹികളെ ആ സ്ഥാനത്ത് അവരോധിക്കുവാൻ കേരള കോൺഗ്രസ് നിന്നുകൊടുക്കില്ല എന്ന് പച്ചയ്ക്ക് തന്നെ പറയണമായിരുന്നു. ഇനി തീരെ നിവൃത്തിയില്ല, നിങ്ങളെ കൊണ്ടേ പോകുന്നുവെങ്കിൽ ഒരു ഉപാധി വെക്കണം. എന്താണെന്നറിയാമോ? മുഖ്യമന്ത്രി സ്ഥാനം തരാമെങ്കിൽ ചെല്ലാമെന്ന് പറയണം. അതാകുമ്പോൾ കൂടെ നിൽക്കുന്ന പാർട്ടിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാം. കോൺഗ്രസ് നേതാക്കൾ ഇണങ്ങിയും പിണങ്ങിയും മാണി ഗ്രൂപ്പിനെ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിന് ചില മുഖ്യധാരാ മാധ്യമങ്ങളെ തന്നെ കൂട്ടുപിടിച്ച് വ്യാജ വാർത്തകളും നൽകുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന കാര്യം വാർത്ത നൽകുന്നവരും എഴുതുന്നവരും എന്ന് തിരിച്ചറിയും